കോസ്റ്റ് അക്കൗണ്ടിങ് DA ടെസ്റ്റിൽ 30 മാർക്ക്, ആദ്യത്തെ പേപ്പറിൽ 30 മാർക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. 50 മാർക്ക് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, 20 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അത് ഇൻഡേഴ്സുകളാണ്. പിന്നെ ഉള്ളത് 30 മാർക്കിന്റെ കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. അപ്പൊ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ബേസിക്സിലെ റിവിഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ് ബേസിക്സ് മാത്രം. നമ്മൾ ആ സിലബസ് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം, കോസ്റ്റ് അക്കൗണ്ടിങ് 30 മാർക്കാണ്. അതിൽ കോസ്റ്റ് അക്കൗണ്ടിങ് വേഴ്സസ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, ഇതൊക്കെ ബേസിക്സ് നമ്മൾ പഠിച്ചാലേ ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. പിന്നെ നമുക്ക് എലമെന്റ്സ് ഓഫ് കോസ്റ്റ് ഉണ്ട്. പിന്നെ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പറേഷൻ, ഇത് പ്രോബ്ലം ആയിരിക്കും. പിന്നെ ബഡ്ജറ്റ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ, ഈ പ്രോബ്ലം ആണെങ്കിൽ പോലും നമുക്ക് അതിൽ തിയറിയും എല്ലാം വരും. നമ്മൾക്ക് കുറച്ച് ട്രിക്കി ആയിട്ടായിരിക്കും ചോദിക്കുന്നത് ചിലപ്പോൾ. പിന്നെ ഉള്ളത് കോസ്റ്റ് റെക്കോർഡ്സ് ആണ്. അതായത് കമ്പനി അക്കൗണ്ട്സിന്റെ ഒരു ഭാഗം തന്നെയാണത്, ഈ കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഓഡിറ്റ് റൂൾസ് 2014. അതായത് നമ്മൾ കോസ്റ്റ് റെക്കോർഡ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ റിവിഷനിലേക്ക് പോവാം. കോസ്റ്റ് അക്കൗണ്ടിങ്, അപ്പോ ഇതിലെ കോസ്റ്റ്, ആദ്യത്തെ ഐറ്റമാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസോഴ്സസ് ഗിവൺ അപ്പ് ടു അച്ചീവ് ആൻ ഒബ്ജക്റ്റീവ്. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് ചെലവാക്കുന്നു, എന്തൊക്കെയോ നമ്മൾ ചെലവാക്കുന്നു ഒരു ഒബ്ജക്റ്റീവിന് വേണ്ടി. അതായത് ഞാനൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ഫോൺ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഓക്കെ. അപ്പൊ ഫോൺ ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ അതിനു വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. അതായത് ഫോണിന്റെ ബോഡി, അങ്ങനെ അതിന്റെ മറ്റ് പാർട്സുകളും, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടോ അല്ല അങ്ങനെയൊക്കെ ആയിരിക്കും ഞാനത് ഉണ്ടാക്കിയത്. അപ്പൊ അവിടെ പൈസ പരമായിട്ട് എനിക്ക് ഒരുപാട് ചെലവ് വന്നിട്ടുണ്ട്. അതായത് കടയിൽ നിന്ന് കിട്ടുന്ന ഒരു 10,000 രൂപയുടെ ഫോണ്, ഒരു 8,000 രൂപയോളം അതിന് ചിലപ്പോൾ ചെലവ് വന്നിട്ടുണ്ടാവും. 2,000 രൂപ ലാഭത്തിനായിരിക്കും കടക്കാർ വിൽക്കുന്നത്, അല്ലെ, മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഇവർക്ക് അവിടെ ഒരു ചെലവ് വന്നു, അത് പൈസപരമായിട്ട് അവർക്ക് കണ്ടുപിടിക്കാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു ചെലവും കൂടി ഉണ്ട്. എന്താണ്? നോൺ മോണിറ്ററി ഐറ്റംസ്. അതായത് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു എക്കണോമിക് കോൺസെപ്റ്റ് ആണ്. അവിടെ മോണിറ്ററിയും വരും, നോൺ മോണിറ്ററി ഐറ്റംസും വരും. മോണിറ്ററി എന്ന് പറഞ്ഞാൽ ഈ ഫോൺ ഉണ്ടാക്കാനായിട്ട് നമുക്ക് പൈസപരമായിട്ട് വന്ന ചെലവുകളാണ്. പിന്നെ എന്താണ് പൈസപരമായിട്ട് അല്ലാത്തത്? അതായത് നമുക്ക് സമയം നഷ്ടം വന്നു. അതായത് ഇപ്പൊ ഒരു ഫോൺ ഉണ്ടാക്കുന്ന ഒരാൾ, അയാൾക്ക് ആ സമയം കൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാമായിരുന്നു. പക്ഷെ അയാൾ ഫോണാണ് ഉണ്ടാക്കിയത്, അല്ലേ? അപ്പൊ അവിടെ സമയം നഷ്ടം വന്നു, അതും ഒരു ചെലവ് തന്നെയാണ്. കാരണം എന്താ, അയാൾക്ക് ആ സമയം വേറെ എന്തിനെങ്കിലും ഉപയോഗിക്കാമായിരുന്നു. അപ്പോൾ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? എക്കണോമിക് കോൺസെപ്റ്റ് ആണ്. നമ്മളെ ഇന്ന് ചെലവാക്കുന്നു, ഒരു ഒബ്ജക്റ്റീവിന് വേണ്ടി നമ്മൾ ചെലവാക്കുന്നതെല്ലാം കോസ്റ്റ് തന്നെയാണ്. ഓക്കെ. ഇവിടുത്തെ എക്സാമ്പിളിൽ നമുക്ക് അറിയാൻ പറ്റും. അതായത് പിസ്സ വാങ്ങിക്കാനായിട്ട് ഇപ്പൊ ഒരു 100 രൂപയ്ക്ക് ഒരു പിസ്സ വാങ്ങിച്ചെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ആ 100 രൂപ എന്റെ കോസ്റ്റ് തന്നെയാണ്. പിന്നെ മാത്രമല്ല, എനിക്ക് അവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റുകൾ, ഇതൊക്കെ നമ്മൾ ബേസിക്സിൽ നമ്മൾ കവർ ചെയ്ത് വന്ന കാര്യങ്ങളാണ്. ഓക്കെ. അപ്പൊ കോസ്റ്റ് എന്താണെന്നൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അടുത്തത് കോസ്റ്റിംഗ്. കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോസ്റ്റ് കണ്ടുപിടിക്കാൻ എടുക്കുന്ന പ്രക്രിയ, ഒരു പ്രോസസ്സ്, അതാണ് കോസ്റ്റിംഗ്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞിരുന്നു, CIMA എന്ന പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് ബോഡി, അവർ പറഞ്ഞിട്ടുണ്ട് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ടേമിന് ആയിട്ട് ഒരു ഡെഫിനേഷൻ ആയിട്ട് ഇല്ല. പിന്നെന്താണ്, അത് മറ്റ് ഒരു അഡ്ജക്റ്റീവ് ഒക്കെ ചേർത്തിട്ടാണ് പറയുന്നത്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ജോബ് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട. നമുക്കിവിടെ കോസ്റ്റിംഗ് എന്താണെന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതായത് കോസ്റ്റ് കണ്ടുപിടിക്കാൻ എടുക്കുന്ന ഒരു പ്രോസസ്സ്, ഇതാണ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ കോസ്റ്റും പഠിച്ചു, കോസ്റ്റിംഗും പഠിച്ചു. കോസ്റ്റിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, അത് ഒരു എക്കണോമിക് കോൺസെപ്റ്റ് ആണ്. അവിടെ മോണിറ്ററി, നോൺ മോണിറ്ററി ഐറ്റംസും വരും. ഓക്കെ. അടുത്തത് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രക്രിയ. അതായത് നമ്മൾ ഒരു കോസ്റ്റ് കണ്ടുപിടിക്കാൻ പോകുന്നു, ഒരു ഉൽപ്പന്നത്തിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ പോകുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പോ ബുക്കിൽ ആ കോസ്റ്റ് ചെലവായി, ഇപ്പോ ഫോണിന്റെ ചെലവ്, അതായത് ആ ചെലവ് നമ്മൾ എഴുതി വെക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിനെ പ്രസന്റ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതായത് ബിഗിൻസ് വിത്ത് റെക്കോർഡിംഗ് ഓഫ് എ കോസ്റ്റ് ആൻഡ് എൻഡ്സ് വിത്ത് പ്രിപ്പറേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ, അല്ലെങ്കിൽ റിപ്പോർട്ട്. ഇതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതായത് പ്രിപ്പറേഷൻ എന്ന്, എങ്ങനെയാണ് അത് കോസ്റ്റ് അക്കൗണ്ടിങ് തുടങ്ങുന്നത്?
റെക്കോർഡിംഗ് ഓഫ് കോസ്റ്റ്. കോസ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു, അതിനെ പ്രസന്റ് ചെയ്യുന്നു. ഇതാണ് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രക്രിയയാണ് ഈ കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. അടുത്തത് ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റിംഗ്. ഇതിന് നമ്മൾ ഈ കോസ്റ്റ് ഒക്കെ കണ്ടുപിടിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നാണ് പറയുന്നത്. അതായത് മെയിൻ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് കോസ്റ്റ് കൺട്രോളും, അടുത്തത് കോസ്റ്റ് റിഡക്ഷനും. കോസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ക്രിക്കറ്റ് ബോൾ, ഈ ക്രിക്കറ്റ് ബോൾ ഉണ്ടാക്കാനായിട്ട് എനിക്കൊരു 800 രൂപ ചിലവാ വന്നിട്ടുണ്ട്. ആഹ് ഇതിന് ലെതർ കോട്ടിംഗ് ഉണ്ട്, അകത്തൊരു കോർക്ക് ഉണ്ട്, പ്ലാസ്റ്റിക് വാട്ടർ പ്രൂഫിന് വേണ്ടി പ്ലാസ്റ്റിക് കോട്ടിംഗ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കോസ്റ്റ് വന്നിട്ടുണ്ട്. എല്ലാം കൂടെ ചേർത്ത് ഒരു 800 രൂപ കോസ്റ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിനെ 1000 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പൊ 200 രൂപയാണ് എന്റെ ലാഭം. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. 800 രൂപ ഇത് കോസ്റ്റ് ആയിട്ടുണ്ട്, 200 രൂപ ലാഭത്തിന് വിൽക്കുന്നു. ടോട്ടല് 1000 രൂപയ്ക്കാണ് ഞാൻ വിൽക്കുന്നത്. അപ്പൊ ഞാൻ കോസ്റ്റിംഗ് കൊണ്ടുള്ള എന്റെ ഗുണം എന്താണ്? ഈ പറയുന്ന പന്തിന്റെ 800 രൂപ എന്നുള്ള കോസ്റ്റ് കൂടാൻ പാടില്ല. അതായത് 800 രൂപയിൽ നിന്ന് 850 രൂപയായ എന്ത് പറ്റും? എന്റെ കോസ്റ്റ് അല്ല, എന്റെ ലാഭം വെറും 150 രൂപയായിട്ട് കുറയും. അത് ഒരു ഒബ്ജക്റ്റീവ് ആണ്. അതായത് കോസ്റ്റ് കൺട്രോൾ ചെയ്ത് വെക്കുക. പിന്നെ ഉള്ളത് എന്താണ്? കോസ്റ്റ് റിഡക്ഷൻ. അതായത് കോസ്റ്റ് പരമാവധി എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു വഴി കൂടെ ഞാൻ എന്ത് ചെയ്യും? ഈ കോസ്റ്റ് 800 രൂപ എന്നുള്ളത് കുറച്ച് ഒരു 750 രൂപയ്ക്ക് ആക്കിയെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു ബോളിന് 250 രൂപ ലാഭം വരും. അപ്പൊ രണ്ട് മെയിൻ ഒബ്ജക്റ്റീവുകളാണ് ഉള്ളത്. ഏതൊക്കെ? കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷൻ. ഇപ്പൊ ബോളിന്റെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. 800 രൂപയുടെ ബോൾ 1000 രൂപയ്ക്ക് വിൽക്കുന്നു. ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എന്ത് ചെയ്യണം? ഈ 800 രൂപ എന്ന് പറയുന്ന സാധനം കൂടാൻ പാടില്ല. പിന്നെന്ത് ഉണ്ട്? ഈ 800 രൂപ എന്ന് പറയുന്ന സാധനം കുറച്ച് ഒരു 750ലേക്ക് കൊണ്ടുവരുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവുകൾ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് നമുക്ക് ഇതിന്റെ പ്രൈസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് ഈ ബോൾ ഉണ്ടാക്കുന്ന ഒരാളാണ്. എനിക്ക് എല്ലാം കൂടെ ചെലവ് 800 രൂപയായി. അപ്പൊ ഞാനൊരു പ്രൈസ് ഇടണം. അതായത് 800 രൂപ എന്തായാലും അതിന് ചെലവ് വന്നുകൊണ്ട് 800 രൂപ ഉണ്ട്. പ്ലസ് എനിക്കൊരു ലാഭം വേണം. ഒരു 100 200 രൂപ ലാഭത്തിലായിരിക്കും വിൽക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? പ്രൈസ് 900 രൂപ അല്ലെ 1000 രൂപ എന്ന് പറഞ്ഞിട്ടായിരിക്കും വിൽക്കുന്നത്. അപ്പൊ പ്രൈസ് കണ്ടുപിടിക്കാനും കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഡിസിപ്ലിൻ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതേ ഉള്ളൂ നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ്. നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷനും തന്നെയാണ്. അതെന്താണെന്ന് നിങ്ങൾ ഈ ബോളിന്റെ എക്സാമ്പിളിൽ നിങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാലും മറക്കത്തില്ല. അടുത്തത് കോസ്റ്റ് അക്കൗണ്ടൻസി. കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതൊരു അക്കാഡമിക് ഡിസിപ്ലിൻ ആണ്. നമ്മൾ ഈ പഠിക്കുന്ന സബ്ജക്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോസ്റ്റ് അക്കൗണ്ടൻസി ആണ്. അതായത് നമ്മൾ കോസ്റ്റിങ്ങിന്റെ ഈ പ്രിൻസിപ്പിൾസും കുറെ മെത്തേഡുകളൊക്കെ ഉണ്ടല്ലോ. ഈ ബോളിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് കുറെ മെത്തേഡുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിനെ എല്ലാത്തിനെയും കൂടെ ചേർക്കുന്നത് തന്നെ ആണ് കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. ഇതൊരു അക്കാഡമിക് ഡിസിപ്ലിൻ ആണ്. അതായത് നമ്മൾ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ആ ഒരു സബ്ജക്റ്റ് ആണിത്. ആ ഒരു സബ്ജക്റ്റിനെയാണ് കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. പിന്നെ ഈ കോസ്റ്റിങ്ങിന്റെ ഒക്കെ മെയിൻ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ക്ലാസ്സിൽ പഠിച്ചതാണ്. നമുക്ക് 3 തരം അക്കൗണ്ടിങ് ഉണ്ട്: ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്. അപ്പൊ ഈ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി മാനേജ്മെന്റ് അക്കൗണ്ടൻസ് എന്ത് ചെയ്യും? ഫൈനാൻഷ്യൽ ഡേറ്റയും കോസ്റ്റ് ഡേറ്റാസും ഉപയോഗിക്കും. അത് വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? മാനേജ്മെന്റ് അക്കൗണ്ടിങ് ചെയ്യുന്നത്. ഈ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അത് ഡിസിഷൻ മേക്കിംഗ് മാത്രമാണ്. അല്ലാതെ അതിന്റെ അപ്പുറം വേറെ ഒന്നുമില്ല. അവിടെ കുറെ മെത്തേഡുകളോ അങ്ങനെ ഒന്നും ഇല്ല. മെത്തേഡുകൾ ഉണ്ട്, അതായത് അവർ കണ്ടുപിടിക്കുന്നതൊക്കെ ഒരു മെത്തേഡ് തന്നെയാണ്. പക്ഷെ നമ്മൾ ഈ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പഠിക്കുന്ന പ്രിൻസിപ്പിൾസ് പോലെയൊന്നും അവിടെ ഇല്ല. അത് അപ്പോൾ ഉള്ള സാഹചര്യവശാൽ ചെയ്യുന്നതാണ്. അപ്പൊ ഈ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നതിലും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് പോലെ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ റൂൾ ബേസ്ഡ് ഒന്നും അല്ല ഇത്. കൂടുതൽ ഒരു സ്റ്റാൻഡേർഡ് ബേസ്ഡ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ ആദ്യമായിട്ടൊക്കെ കേൾക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഇത് ഒരു കൺഫ്യൂസിങ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഒക്കെ ഡിഫറൻസുകൾ നമ്മൾ നേരത്തെയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അടുത്തത് കോസ്റ്റ് ഒബ്ജക്റ്റ്. കോസ്റ്റ്, ഒരു വസ്തുവിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കേണ്ട ഒരു ഉദ്ദേശമുണ്ട്.
അപ്പോൾ അങ്ങനെ ഒരു വസ്തു ഉണ്ടെങ്കിൽ അതിനെയാണ് കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഈ ബോൾ തന്നെ ഇതൊരു കോസ്റ്റ് ഒബ്ജക്റ്റ് ആണ്. അതായത് ഞാൻ ബോൾ ഉണ്ടാക്കി വെക്കുന്ന ഒരാളാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ബോൾ എന്താണ്? കോസ്റ്റ് ഒബ്ജക്റ്റ് ആണ്. ഈ ബോളിന് ഞാൻ എന്ത് ചെയ്യണം? ഇതിന്റെ കോസ്റ്റ് ഞാൻ കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കപ്പെടുന്ന ഈ വസ്തുവിനെയാണ് കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതിന്റെ എക്സാമ്പിൾ നോക്കിയോ, പ്രോഡക്റ്റ്. ഞാൻ ബോൾ ഉണ്ടാക്കുന്ന ആളാണ്. അപ്പൊ എന്താണ്? എന്റെ ഈ പ്രോഡക്റ്റ്, ഈ ബോളാണ് എന്റെ കോസ്റ്റ് ഒബ്ജക്റ്റ്. വേറൊരാൾ മൊബൈൽ ഉണ്ടാക്കുന്നു, ആ മൊബൈലാണ് അയാളുടെ കോസ്റ്റ് ഒബ്ജക്റ്റ്. മനസ്സിലായില്ലേ? ഇപ്പൊ സർവീസ് കൊടുക്കുന്ന ഒരാളാണ്. ഇപ്പൊ ഞാനൊരു ഹോട്ടൽ നടത്തുവാണ്. അപ്പൊ എന്താണ്? അവിടെ താമസിക്കാനും ഒക്കെ ആൾക്കാർ വരും. അപ്പൊ ആ വരുന്ന ആൾക്കാർ അതൊരു കോസ്റ്റ് ഒബ്ജക്റ്റ് ആണ്. മനസ്സിലായില്ലേ? നമ്മള് ഈ കോസ്റ്റിംഗ് പഠിക്കുമ്പോൾ നമ്മൾ ഗുഡ്സും സർവീസസും എക്സാമ്പിൾ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഞാൻ ഇപ്പൊ ഹോസ്പിറ്റലിന്റെ കേസ് പറയുകയാണെങ്കിൽ അവിടെ വരുന്ന പേഷ്യന്റ് അതൊരു കോസ്റ്റ് ഒബ്ജക്റ്റ് തന്നെയാണ്. നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ ഗുഡ്സിന്റെ കാര്യത്തിൽ വെക്കുകയാണെങ്കിൽ, അതായത് ബോളിന്റെ കാര്യമൊക്കെ വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പൊ ഞാൻ ബോൾ ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ ബോളാണ് എന്റെ കോസ്റ്റ് ഒബ്ജക്റ്റ്. അടുത്തത് കോസ്റ്റ് യൂണിറ്റ്. കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ഒരുപാട് ബോൾ ഉണ്ടാക്കുന്ന ആളാണ്. ഞാനിപ്പോ ഒരു 1,00,000 ബോൾ ഉണ്ടാക്കി. അപ്പോ ഇതിനെ വെട്ടിച്ചുരുക്കാൻ, ഇപ്പൊ 1,00,000 ബോൾ ഉണ്ടാക്കിയപ്പോ എനിക്കൊരു എത്രയായി, ഒരു 1 കോടി രൂപ ചെലവൊക്കെ വന്നിട്ടുണ്ട്, കോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ കോസ്റ്റിനെ വെട്ടിച്ചുരുക്കുന്ന ഒരു ഡിവൈസ് ആണ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു യൂണിറ്റ്, നമ്മളെ മാത്സിലൊക്കെ പറയുന്ന പോലെ ഒരു യൂണിറ്റ് കിലോഗ്രാം എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ആണ്. അതേപോലെ തന്നെ ഉള്ളൂ. അതായത് എനിക്ക് 1,00,000 ബോൾ ഉണ്ടാക്കിയപ്പോൾ 1 കോടി രൂപ ചെലവ് വന്നു. അപ്പൊ ഒരു ബോൾ ഉണ്ടാക്കാൻ എത്ര രൂപയായി? അതിനെയാണ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ അവിടെ ഡിവൈഡ് ചെയ്തെടുത്തില്ലേ, ഇപ്പൊ ഒരു ബോളിന് ഇപ്പൊ ഇവിടെ ഇപ്പൊ 1,000 രൂപ. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇവിടെ എക്സാമ്പിൾ കാണാൻ പറ്റും. ഇപ്പൊ ഒരു കാർ ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ ആ പർട്ടിക്കുലർ കാർ, ഇപ്പൊ അയാള് ഒരുപാട് കാർ ഉണ്ടാക്കും. ഇപ്പൊ ടാറ്റ ആണെങ്കിൽ ഒരുപാട് കാർ ഉണ്ടാക്കി, അല്ലെ? അപ്പൊ അതിനെ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് ഈ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ചെയ്തു വരുമ്പോൾ, അതായത് പ്രോബ്ലത്തിലേക്കൊക്കെ വരുമ്പോൾ നമുക്കിത് തനിയെ വരണം. നമ്മൾ പക്ഷേ ഈ ബേസ് പഠിക്കാതെ നമ്മൾ പ്രോബ്ലത്തിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതായത് നമ്മൾ ഇതിനൊക്കെ ഒരു അർത്ഥമുണ്ട്. അല്ലാതെ വെറുതെ ഇപ്പൊ 10ാം ക്ലാസ്സിലെ മാത്സ് ചെയ്യുന്ന പോലെ എന്തിനോ വേണ്ടി ചെയ്യുന്നത് പോലെ അല്ല ഇത്. ഈ ഒരു സബ്ജക്റ്റിന് അങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മൾ ബേസ് നല്ലപോലെ മനസ്സിലാക്കിയിട്ട് വേണം പ്രോബ്ലത്തിലേക്ക് പോകാനായിട്ട്. കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ് നമ്മുടെ സിലബസിൽ ഇല്ല. എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം. അതിന് രണ്ട് പാർട്ടുണ്ട്. അതായത് ഈ സർവീസ് ഒക്കെ വരുമ്പോഴാണ് ഈ കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ് ഉപയോഗിക്കുന്നത്. ആഹ് ഈ ഒരു കാര്യം നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്നാലും മതി. കാരണം ഇത് നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതല്ല. നമ്മുടെ സിലബസിൽ ഇതില്ല. അപ്പോൾ അത് ഇപ്പോൾ പറയേണ്ട ആവശ്യവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഒന്നുമില്ല, എളുപ്പമുള്ളൊരു കാര്യം തന്നെയാണ് അത്. ഓക്കെ. കോസ്റ്റ് ഡ്രൈവർ, ഇതൊക്കെ നമ്മുടെ സിലബസിൽ ഉള്ള കാര്യമാണ്. നമ്മുടെ കോസ്റ്റിനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു സാധനം, അതാണ് കോസ്റ്റ് ഡ്രൈവർ. ഇപ്പൊ ഇതിനൊരു 800 രൂപ കോസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ? എന്തൊക്കെയോ കുറെ സാഹചര്യങ്ങളുണ്ട് ഇതിനെ ചിലപ്പോൾ കോസ്റ്റ് കൂട്ടാം, 800-ൽ നിന്ന് 850 ആക്കി. ഏതൊക്കെയോ കുറെ സാഹചര്യങ്ങൾ ഇതിന്റെ കോസ്റ്റിനെ കുറയ്ക്കാം, 800-ൽ നിന്ന് 750 ആക്കി. ഇങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ആ കാര്യത്തിനെയാണ് കോസ്റ്റ് ഡ്രൈവർ എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ കോസ്റ്റ് ഒബ്ജക്റ്റിന്റെ കോസ്റ്റിനെ ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്തോ അതാണ് കോസ്റ്റ് ഡ്രൈവർ എന്ന് പറയുന്നത്. എക്സാമ്പിളിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇത് എന്തുകൊണ്ടാണ് ഈ കോസ്റ്റ് ഡ്രൈവർ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് തോന്നുന്നത് നോക്കാം. കോസ്റ്റ് അലോക്കേഷനും ഡിസിഷൻ മേക്കിംഗ്, സോറി, ഈ ഒരു കാര്യങ്ങൾ നമ്മൾ കുറച്ച് അഡ്വാൻസ്ഡ് ലെവലാണ്. അപ്പോ ഈ ഒരു കാര്യത്തില് അത്ര നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇത് മറ്റ് ക്ലാസ്സുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ നോട്ടാണിത്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നു നിൽക്കുന്നത്. അപ്പൊ കോസ്റ്റ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ബേസ് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അതായത്
എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ നമ്മളുടെ കോഴ്സിനെ കൂട്ടുകയും നമ്മളെ കോഴ്സിനെ കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ആ പറയുന്ന വസ്തുത തന്നെയാണ് കോസ്റ്റ് ഡ്രൈവർ എന്ന് പറയുന്നത്. ഇപ്പൊ അത്രയും മനസ്സിലാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് മതി. ഈ ഒരു കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് ഡിസ്കസ് ചെയ്താൽ ഇതിപ്പോ കോസ്റ്റിംഗ് ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ആണെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ പക്ഷെ നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് എന്തൊക്കെയാണെന്ന് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാലും മതി. ഇനിയിപ്പോ കോസ്റ്റ് ഡ്രൈവറിന്റെ കുറെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. മെഷീൻ അവേഴ്സ്, ലേബർ അവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കോസ്റ്റ് ഡ്രൈവേഴ്സ് ഉണ്ട്. നമ്പർ ഓഫ് സെറ്റപ്പ്, അതായത് ഒരു മെഷീൻ, ഇപ്പൊ ഈ ബോൾ ഉണ്ടാക്കുന്ന ഒരു മെഷീനാണെന്ന് വിചാരിച്ചോ, ആ മെഷീൻ ഒരു തവണ നമ്മൾ ഓണാക്കി വെക്കുമ്പോഴായിരിക്കും ഒരു ബോൾ ഉണ്ടാക്കുന്നത്. എന്നിട്ട് അടുത്ത തവണ വീണ്ടും അതിനെ പ്രവർത്തിപ്പിക്കുമ്പോഴായിരിക്കും അടുത്ത ബോൾ ഉണ്ടാക്കുന്നത്. അതിനെയാണ് ഈ സെറ്റപ്പ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് സെറ്റപ്സ്, അതായത് ഇപ്പം 2 ബോൾ ഉണ്ടാക്കാൻ 2 സെറ്റപ്പ് ചെയ്യേണ്ടി വന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഇതെല്ലാം ഒരു കോസ്റ്റ് ഡ്രൈവറാണ്. നിങ്ങൾ തൽക്കാലം ഇതില് ഈ ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് ഞാനിപ്പോ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്ന കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. കാരണം ഞാനിപ്പോ പറയുന്നത് നമ്മുടെ ഈ സിലബസ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. അടുത്ത ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് റെസ്പോൺസിബിലിറ്റി സെന്റർ. റെസ്പോൺസിബിലിറ്റി സെന്റർ, നമ്മുടെ ഒരു ഡിവിഷൻ ഓഫീസ് അതൊരു റെസ്പോൺസിബിലിറ്റി സെന്റർ ആണെന്ന് നമുക്ക് കണക്കാക്കാം. അവിടെ ഒരു മാനേജർ ഉണ്ട്, അതാണ് അവിടുത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അല്ലെ? അപ്പോ ആ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്താണ്, അവിടുത്തെ ആ ഡിവിഷനിലെ എല്ലാ തരം പ്രവർത്തനത്തിനും റെസ്പോൺസിബിൾ ആയിരിക്കും. മനസ്സിലായല്ലോ? അതായത് നമ്മളുടെ കമ്പനി അതായത് കെ എസ് ഇ ബിയുടെ ഒരു പർട്ടിക്കുലർ സെഗ്മെന്റ്, അതായത് ഡിവിഷൻ ഓഫീസ്, അവിടെ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉണ്ട്, അല്ലെങ്കിൽ എംപ്ലോയി. അയാള് അവിടുത്തെ എല്ലാ പ്രവർത്തനത്തിനും ഉത്തരവാദിയായിരിക്കും. അതിനെയാണ് നമ്മൾ ഈ റെസ്പോൺസിബിലിറ്റി സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു ഡിവിഷൻ ഓഫീസ് എന്തായി, അതൊരു റെസ്പോൺസിബിലിറ്റി സെന്റർ ആയി മാറി. മനസ്സിലായല്ലോ? ഇനി ഈ റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സിനെ നമ്മൾ കോസ്റ്റിംഗിന്റെ ഇതിൽ നമുക്ക് 4 ആയിട്ട് തിരിക്കാൻ പറ്റും. അതായത് ഒന്ന് കോസ്റ്റ് സെന്റർ, പ്രോഫിറ്റ് സെന്റർ, റവന്യൂ സെന്റർ, ഇൻവെസ്റ്റ്മെന്റ് സെന്റർ. കെ.എസ്.ഇ.ബിയുടെ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് തന്നെ നമുക്കിത് പറയാം. കോസ്റ്റ് സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മാനേജർ അവിടുത്തെ കോസ്റ്റിന് മാത്രമായിരിക്കും റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അവിടെ റവന്യൂ ഒന്നുമില്ല. ഇപ്പോ കോസ്റ്റ് സെന്റർ എന്ന് പറയുന്നത് നമ്മുടെ HRM സെക്ഷൻ. ഇപ്പോ വൈദ്യുതി ഭവനിലൊക്കെ ഇരുന്നവർക്ക് അറിയാൻ പറ്റും, അവിടെ ഒരു HRM സെക്ഷൻ ഉണ്ട്. ഈ HRM സെക്ഷൻ എന്ന് പറയുന്നത് ആ ഡിപ്പാർട്ട്മെന്റില്ല, അതൊരു കോസ്റ്റ് സെന്റർ ആണ്. അവര് നമുക്ക് ഒരു റവന്യൂവും ഇങ്ങോട്ട് തരുന്നില്ല. പക്ഷെ അവരില്ലെങ്കിൽ നമുക്ക് പ്രവർത്തിക്കാനും പറ്റത്തില്ല. ശമ്പളവും അതും ഇതൊന്നും ഇല്ലാതായി പോകത്തില്ലേ? അപ്പം അതൊരു കോസ്റ്റ് സെന്റർ ആണ്. ഇതെല്ലാം നമ്മൾ മുമ്പത്തെ കുറച്ച് ക്ലാസ്സുകളിൽ നമ്മൾ ഒരുപാട് എക്സാമ്പിൾ പറഞ്ഞിട്ട് പഠിച്ചതാണ്, ഈ കോസ്റ്റ് സെന്ററും പ്രോഫിറ്റ് സെന്ററും ഒക്കെ എന്താണെന്നുള്ളത്. അടുത്തത് പ്രോഫിറ്റ് സെന്റർ. പ്രോഫിറ്റ് സെന്റർ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ റവന്യൂ കൊണ്ടുവരുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ സെക്ഷൻ ഓഫീസ്, അവിടെ ക്യാഷ് കളക്ഷൻ ഉണ്ട്. അപ്പൊ അവിടെ ഒരു എന്താണ്, അവര് നമ്മുടെ പ്രോഫിറ്റ് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ആൾക്കാരാണ്, അല്ലേ? അതിനെയാണ് പ്രോഫിറ്റ് സെന്റർ എന്ന് പറയുന്നത്. ഇപ്പൊ പ്രോഫിറ്റ് സെന്ററിലെ റെസ്പോൺസിബിൾ ആരായിരിക്കും? അവിടുത്തെ എയും SS ഒക്കെ ആയിരിക്കും. അപ്പൊ അതിനെ നമുക്കൊരു പ്രോഫിറ്റ് സെന്റർ എന്ന് പറയാം. അടുത്തത് റവന്യൂ സെന്റർ. റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ കോസ്റ്റ്, ഈ പ്രോഫിറ്റ് മൈനസ് കോസ്റ്റ്, അതാണ് റവന്യൂ. അതായത് ഏതോ ഒരു സ്ഥാപനം, നമ്മുടെ നമ്മുടെ സ്ഥാപനത്തിലെ ഏതോ ഒരു ഡിപ്പാർട്ട്മെന്റ്, അവിടെ കോസ്റ്റും ഉണ്ട്, നമുക്ക് റവന്യൂ ഉണ്ട്. ഇപ്പൊ ഒരു ഡിവിഷനെ തന്നെ എടുക്കാം. ഇപ്പൊ ഡിവിഷനിലെ ക്യാഷ് കളക്ഷൻ ഉണ്ടെന്ന് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ അവിടെ റവന്യൂ നമുക്ക് വരുന്നുണ്ട്, അല്ലെ? പ്രോഫിറ്റ് ഇങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ അവിടെയും തന്നെ ഈ EB സെക്ഷൻ ഒക്കെ ഉണ്ട്, അത് കോസ്റ്റ് സെന്റർ ആണ്. അപ്പോ എന്ത് പറയാം, ഒരു ഡിവിഷനെ നമുക്ക് റവന്യൂ സെന്റർ ആയിട്ടും പറയാം. അതായത് കോസ്റ്റും വരുന്നുണ്ട്, പ്രോഫിറ്റും വരുന്നുണ്ട്. അടുത്തത് ഇൻവെസ്റ്റ്മെന്റ് സെന്റർ. ഇൻവെസ്റ്റ്മെന്റ് സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോങ് ടൈം പ്രൊജക്ടുകൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ഒരു മെയിൻ ഓഫീസ്, ഇപ്പോൾ എനിക്ക് ഇതിന്റെ സ്ട്രക്ചർ നല്ലോണം അറിയില്ല, എന്നാലും ഇപ്പോൾ ഒരു ഡയറക്ടർ ഓഫീസ്, അവര് എന്താണ് നയപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സ്ട്രാറ്റജിക് പ്ലാനിങ് എല്ലാം അവിടുത്തെ ഓഫീസുകളിൽ നിന്നായിരിക്കും ചെയ്യുന്നത്, ഡയറക്ടർ ഓഫീസിൽ നിന്നായിരിക്കും ചെയ്യുന്നത്. അതായത് ഒരു
ഇപ്പോൾ ചെങ്കുളം ഓഗ്മെന്റേഷൻ പോലെ അങ്ങനെ വലിയ വലിയ പദ്ധതികൾ ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കുന്ന ഡയറക്ടറാണ്. അതായത് വലിയ വലിയ പദ്ധതികൾ ഇൻവെസ്റ്റ് ചെയ്യുവാണ്. അതായത് നമ്മളുടെ കോടിക്കണക്കിന് രൂപ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെയാണ്, അങ്ങനെ ഒരു ഓഫീസ് ഉണ്ടെങ്കിൽ, ഇപ്പൊ ഡയറക്ടർ ഓഫീസ്, അതിനെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് സെന്റർ എന്ന് പറയാൻ പറ്റും. ഇപ്പൊ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് തന്നെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു എക്സാമ്പിൾ പറയാം. അതായത് നമുക്കൊരു കമ്പനി ഉണ്ട്. ആ കമ്പനിയിൽ ഒരു വിഭാഗം ആൾക്കാർ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഇപ്പൊ നമുക്ക് നമ്മുടെ കമ്പനി വലുതാക്കണം. അതിന് നമ്മൾ മറ്റു രാജ്യങ്ങളിൽ പോയി അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. അവിടെ പോയി കച്ചവടം തുടങ്ങി അവിടെ എക്സ്പാൻഡ് ചെയ്യണം. അപ്പൊ ഇങ്ങനെയൊക്കെ തീരുമാനിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്, ഒരു കമ്പനിയിലെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇൻവെസ്റ്റ്മെന്റ് സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ആ കോസ്റ്റ് സെന്ററിന്റെ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. അതായത് എന്താണ്, അവര് ഡയറക്ട്ലി റവന്യൂ ഒന്നും ജനറേറ്റ് ചെയ്യുന്നില്ല. അവര് കോസ്റ്റ് ഇൻകറും മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ മൂന്ന് കാര്യങ്ങൾ എന്താണെന്നുള്ളത് ദേ ഇവിടെ ഈ എലമെന്റ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വരേണ്ട കാര്യങ്ങളാണ്: കോസ്റ്റ് അലോക്കേഷൻ, കോസ്റ്റ് അബ്സോർപ്ഷൻ ആൻഡ് കോസ്റ്റ് അപ്പോർഷൻമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു പോർഷനും കൂടെ പറഞ്ഞിട്ട് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ബേസിക്സ് കഴിഞ്ഞിട്ടുള്ള നമ്മളുടെ മറ്റ് ക്ലാസ്സുകളുടെ റിവിഷൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം കൂടെ നമ്മൾ പഠിച്ചിരുന്നു. അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്. കോസ്റ്റിനെ ഏതൊക്കെ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാമെന്ന് ഒരുപാട് രീതിയിലുണ്ട്. അതായത് ഇപ്പൊ നേച്ചർ ഓഫ് എക്സ്പെൻസും ആയിട്ടും, കോസ്റ്റ് ഒബ്ജക്റ്റ് പരമായിട്ടും, ഫംഗ്ഷൻ പരമായിട്ടും, ബിഹേവിയർ പരമായിട്ടും, അതായത് വേരിയബിൾ കോസ്റ്റ്, ഫിക്സ്ഡ് കോസ്റ്റ്, സെമി വേരിയബിൾ കോസ്റ്റ്, ഈ കോസ്റ്റുകളൊക്കെ എന്താണെന്നൊക്കെ നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അങ്ങനെ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, അല്ലേ? അപ്പോൾ അത് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നില്ല. പക്ഷെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഇതിന്റെ റിവിഷൻസ് ഒക്കെ ഉണ്ടാവും. നമ്മൾ ഈ എക്സാമിന് ഈ പറയുന്ന ചാപ്റ്റർ, അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് എന്നുള്ളത് നല്ല രീതിയിൽ പഠിച്ചിട്ട് പോകണം. കാരണം അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. ഇപ്പൊ ഫിക്സഡ് കോസ്റ്റ് എന്താണ്, സെമി വേരിയബിൾ കോസ്റ്റ് എന്താണ്? നമ്മൾ പറഞ്ഞു നമ്മുടെ വൈദ്യുതി ബിൽ എന്താണ്? സെമി വേരിയബിൾ കോസ്റ്റ് ആണ്. ഒരു നിശ്ചിത അളവ് വരെ അത് ഫിക്സഡും അതിന്റെ മുകളിൽ പോകുമ്പോൾ അത് വേരിയബിളും ആവും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വഴിയൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റഡി മെറ്റീരിയൽ പ്രോബ്ലംസ് ഫുള്ള് ചെയ്യണമെന്ന് ഇല്ല. മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ്. നിങ്ങൾ ഇതിലെ എന്താണ്, ഇതിലെ തിയറി പാർട്ടുകൾ നല്ലപോലെ പഠിച്ചു വെക്കുക. പിന്നെ ഉള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രിപ്പറേഷൻ ഓഫ് കോസ്റ്റ്. അതായത് നമ്മുടെ ഇവിടെ ഉണ്ട് പ്രിപ്പറേഷൻ ഓഫ് കോസ്റ്റ് ഷീറ്റ്. ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ നല്ലപോലെ അറിയണമെന്നുണ്ടെങ്കിൽ, ചെയ്യണമെങ്കിൽ, ഇതിൽ പലർക്കും കൺഫ്യൂഷൻ ഉണ്ട്. കാരണം അത് ബേസിക്സ് നല്ലപോലെ തറവാകാനായിട്ടാണ്. ഇതിന്റെ ബേസിക്സ് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് ഡൗട്ടുകൾ വരും. ഇപ്പൊ ഇത് തുടക്കം പഠിക്കുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും ഇത്. അപ്പോൾ അതിനെ എന്ത് ചെയ്യണം? നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യണം. മുമ്പ് നേരത്തെ പറയുന്ന പോലെ ആ ജെമിനി AI, അതിൽ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ അതിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ട് ആൻസേഴ്സ് അവരിങ്ങോട്ട് പറഞ്ഞു തരും. അപ്പൊ അങ്ങനെ നമ്മൾ ബേസിക്സ് എല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ കോസ്റ്റിങ്ങിന്റെ മറ്റ് പ്രോബ്ലത്തിലേക്ക് പോകുന്നത്. ബഡ്ജറ്റ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ പഠിച്ചത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ റിവിഷൻ ചെയ്ത് പോയിട്ടായിരിക്കും നമ്മൾ ബഡ്ജറ്റിലേക്ക് പോയിരുന്നതും കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഓഡിറ്റ് റൂൾസിലേക്ക് ക്ലാസ്സുകളിലേക്ക് പോകുന്നതും. അത് കഴിഞ്ഞിട്ട് റിവിഷൻ ക്ലാസ്സസും ചെയ്യും. റിവിഷൻ ക്ലാസ്സസ് ആണ് നമ്മൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ ബാക്കി പോർഷൻസിന്റെ റിവിഷൻസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഡിമാൻഡ് വരികയാണെന്നുണ്ടെങ്കിൽ ടാക്സും ലോയും നമ്മൾ ഇതിന്റെ ഒപ്പം തന്നെ കവർ ചെയ്യുന്നതായിരിക്കും.
നമുക്ക് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന പേപ്പർ ചിലപ്പോൾ മിക്കവർക്കും സ്ട്രഗിൾ ചെയ്യുന്നത് 4ാമത്തെ പേപ്പർ തന്നെ ആയിരിക്കും. അതിന്റെ ക്ലാസ്സസ് ഒന്നും അവൈലബിൾ അല്ല. നമ്മൾ ഡിപ്പാർട്ട്മെന്റൽ എക്സാംസ് എഴുതിയതിന്റെ കൂട്ടത്തിൽ നമ്മൾ അതൊക്കെ പഠിച്ചതാണ്. പക്ഷെ അതൊക്കെ വിത്ത് ബുക്സ് ആയതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. എല്ലാവരും പാസ്സായ പേപ്പറും ആയിരിക്കും. പക്ഷെ നമ്മൾ ബുക്സ് ഇല്ലാണ്ട് പോകുമ്പോൾ അത് കുറച്ച് പാടായിരിക്കും. അത് നമ്മൾ സ്വമേധയാ പഠിച്ചെടുക്കാൻ നോക്കണം ആ 4ാമത്തെ പേപ്പർ. ഓക്കെ.